അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ചില വിശ്വാസധാരകൾ അടിയുറച്ച് രൂഢമൂലമായി അവന്റെ ഉള്ളിലുണ്ടായിരിക്കണം. എങ്കിലേ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം മുഅ്മിന് എന്ന് പറയാൻ കഴിയൂ. മുസ്ലിമിന്റെ പേരുള്ളത് കൊണ്ടോ മുസ്ലിമിന്റെ ചര്യകൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടോ അവൻ മുസ്ലിം ആവുകയില്ല, മുഅ്മിനാവുകയില്ല. ചില വിശ്വാസങ്ങളിൽ കലർപ്പില്ലാത്ത രൂപത്തിലുള്ള അംഗീകാരം അവൻ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്രകാരം നിർബന്ധമായി നമ്മൾ വിശ്വസിച്ചിരിക്കേണ്ട ഒരു ലോകമാണ് മഹ്ശറ വൻസവ. ആ മഹ്ശറയിൽ അവിശ്വാസിയും വിശ്വാസിയും അതുപോലെ തന്നെ അക്രമകാരിയും നിരുപദ്രവകാരിയുമൊക്കെ അഭിമുഖീകരിക്കേണ്ട വിവിധ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മഹ്ശറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളെയും അവസ്ഥയും സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. അള്ളാഹു ഉപകാരമുള്ള അറിവ് പ്രദാനം ചെയ്യട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഗുർല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും മഹ്ശറയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക ചെരുപ്പ് ധരിക്കാത്തവരായിട്ടാണ്, വിവസ്ത്രരായിട്ടാണ്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ടാണ്. ഈ രൂപത്തിലായിരിക്കും ആളുകളെല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഈ സന്ദർഭത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ, ആൺ പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഔറത്തുകളിലേക്ക് നോക്കുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുത്തു, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ്. ആയിഷ, അന്നത്തെ സാഹചര്യം, അന്നത്തെ ഭീകരത, നിങ്ങൾ പരസ്പരം നോക്കാൻ പോലും കാണാൻ പോലും താല്പര്യമില്ലാത്ത, അങ്ങനത്തെ ഒരു ചിന്ത പോലും വരാത്ത അത്രയും ഗൗരവകരമായ സാഹചര്യമായിരിക്കും അന്ന് ഉണ്ടാവുക എന്നത്. അപ്പോൾ വസ്ത്രം ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായിട്ടായിരിക്കും ലോകത്തുള്ള മുഴുവൻ ആളുകളും അന്ന് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി സലാസത അസ്നാഫിൻ. 3 വിഭാഗങ്ങളായിട്ടാണ് ആളുകൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. സിൻഫൻ മുശാത്ത, ഒരു വിഭാഗം കാലിൽ നടക്കുന്നവരായിട്ട്. വസിൻഫൻ റുക്ബാന, ഒരു വിഭാഗം മുട്ടിലായിരിക്കും നടക്കുക. വസ്വിൻഫൻ അലാ വുജൂഹിഹിം, ഒരു വിഭാഗം അവർ മുഖം കുത്തിയായിരിക്കും നടക്കുക. കാലുകൊണ്ട് നടക്കുന്നവർ, മുട്ടിൽ ഇഴഞ്ഞു നടക്കേണ്ട സാഹചര്യമുള്ളവർ, മുഖം കുത്തി നടക്കേണ്ട സാഹചര്യം ഉള്ളവരും. ഈ സന്ദർഭത്തിൽ സ്വഹാബത്തിൽ പലരും ചോദിച്ചു എന്നാണ്, അള്ളാഹുവിന്റെ റസൂലെ, വകൈഫ യംശൂന അലാ വുജൂഹിഹിം, നബിയെ, എങ്ങനെയാണ് അവർക്ക് മുഖം കുത്തി നടക്കാൻ കഴിയുക? മുട്ടിൽ ഇഴയുക എന്നതൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കഴിയുമല്ലോ. മുഖം കുത്തി നടക്കുന്ന ആളുകൾ എങ്ങനെ ഉണ്ടാകും, എങ്ങനെ അവർ നടക്കും? റസൂല് അതിന് മറുപടി കൊടുത്തു, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം. 2 കാലിൽ നടക്കാൻ കഴിവ് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ മുഖം കുത്തി നടത്താനും കഴിയും എന്നാണ് അതിന്റെ മറുപടി കൊടുത്തത്. അങ്ങനത്തെ ഒരു സാഹചര്യവും ആളുകളുടെ അഅ്മാലുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ 3 വിഭാഗങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നും ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തു നാളിൽ ഒരു വിഭാഗം ആളുകളെ ചെറിയ ഉറുമ്പുകളുടെ രൂപത്തിൽ നിസ്സാരരായി ഒരുമിച്ച് കൂട്ടും എന്നാണ്. യതഉഹുമുൻ നാസു ബിഅഖ്ദാമിഹിം, ചെറിയ ഉറുമ്പുകളുടെ രൂപത്തിലില്ല, അതുകൊണ്ട് തന്നെ ജനങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അവരെ കാലുകൊണ്ട് ചിലപ്പോൾ ചവിട്ടുകയും തട്ടി നീക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മാ ഹൗലാഇ ഫി സുവരി ദർരി. അള്ളാഹുവിന്റെ റസൂലെ, ഈ ചെറിയ ഉറുമ്പുകളുടെ രൂപത്തിലൊക്കെ അന്ന് അവിടെ പുനർജന്മം നൽകുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ ആരാണ്? അവിടുന്ന് മറുപടി കൊടുത്തു, ഹൗലാഇൽ മുതകബ്ബിറൂന ഫിദ്ദുനിയ, ദുനിയാവിൽ അഹങ്കരിച്ച് നടന്ന ആളുകളാണ്. സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ പിൻബലം കൊണ്ടും വലിയ രാഷ്ട്രീയ സംഘടന പിടിപാട് കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിച്ച് അത്
അക്രമത്തിനും മറ്റൊക്കെയുള്ള മാധ്യമമായി ഉപയോഗപ്പെടുത്തിയ ആളുകളെ അള്ളാഹു വളരെ നിസ്സാരരായി ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ജനങ്ങൾ വിയർപ്പിൽ മുങ്ങിയായിരിക്കും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആളുകളുടെ അമാലുകൾക്കനുസരിച്ചുകൊണ്ട് ചിലരുടെ ഞെരിയാണി വരെയായിരിക്കും വിയർപ്പുണ്ടാവുക, ചിലരുടെ മുട്ടുവരെ വിയർപ്പുണ്ടായിരിക്കും, അരവരെയും കഴുത്ത് വരെയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകൾ പോലും അന്നുണ്ടായിരിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമുക്കുള്ള ഗുണപാഠം, ആളുകളുടെ അമാലുകളുടെ പവിത്രതക്കനുസരിച്ചുകൊണ്ടാണ് മഹ്ശറയിലെ സ്ഥാനങ്ങൾ ഉയരുന്നതും സ്ഥാനങ്ങൾ താവുന്നതും. അവിടുത്തെ ഭീതിതമായ സാഹചര്യത്തിൽപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യവും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സുരക്ഷിതരായിട്ടുള്ള ഒരുമിച്ച് കൂട്ടലും ഒക്കെ നമ്മളുടെ അഅ്മാലുകളും നമ്മളുടെ ആളുകളോടുള്ള പ്രവർത്തനവും സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ഒരു രീതിയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ മഹ്ശറയുടെ ഭീകരതയിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ സുരക്ഷിതരാകണം. ഒരു ഹദീസിൽ ഇങ്ങനെ പോലുമുണ്ട്, അവിടുത്തെ ഭീതിതമായ സാഹചര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ജനങ്ങൾ പറയുമത്രേ, അള്ളാഹുവേ, ഈ മഹ്ശറയുടെ ഭീകരതയിൽ നിന്ന് ഒന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, നരകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, മഹ്ശറയുടെ ഭീകരയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമാർ അത്രയും പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ സുരക്ഷിതരാകുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ, സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ഹക്കുകളൊക്കെ പൂർണ്ണമായും വീട്ടാൻ നിതാന്ത ജാഗ്രതയോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നാഫിയായ ഉപകാരമുള്ള അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.